ഒരിക്കലൊരു സ്റ്റോർ റൂമിലേക്ക് ഒരു പുഴു വന്നു. അവിടെയുള്ള ആപ്പിളിന്റെ കൊട്ടയിലേക്ക് കയറി. അതിലെ ഒരു ആപ്പിള് തുരക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ഓൾറെഡി വേറൊരുത്തൻ കയറിയിരുന്നു. അന്നേരം അവിടെയുള്ള എല്ലാ ആപ്പിളിന്റെ ഉള്ളിൽ നിന്നും ഓരോരോ പുഴുക്കളായി പുറത്തേക്ക് വന്നിട്ട് ഇവിടെ ഞങ്ങളുണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ പുഴു ഉരുളക്കിഴങ്ങിന്റെ കൊട്ടയിലേക്ക് പോയി. അതിലൊരു ഉരുളക്കിഴങ്ങ് തട്ടിയിട്ട് ആളുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു. ഭൂമി കുലുക്കം പോലെ കൊട്ട ഇളകി എല്ലാ ഉരുളക്കിഴങ്ങിൽ നിന്നും ഓരോരോ പുഴുക്കൾ പുറത്തേക്ക് വന്നു. ഇവിടെ ഞങ്ങളുണ്ടേ എന്ന് പറഞ്ഞു. ഇതിൽ തൊണ്ണം പുഴുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പുഴു താമസിക്കാൻ സ്ഥലമില്ലാതെ ഇറങ്ങിപ്പോയപ്പോഴാണ് അലമാരയുടെ മുകളിൽ ഒരു മത്തങ്ങ ഇരിക്കുന്നത് കണ്ടത്. മുകളിലേക്ക് പോയി മത്തങ്ങ തട്ടി നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ആരും ഇല്ലായിരുന്നു. അപ്പൊ ആ പുഴു അതിന്റെ ഉള്ളിൽ കുശാലായിട്ട് തിന്ന് കിടന്നുറങ്ങി. അന്നേരമാണ് വേറൊരാൾ വന്ന് ആപ്പിളിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും കൊട്ടകൾ എടുത്തുകൊണ്ട് പോയത്. പുഴു അവിടെയുള്ള ഒരു വടി തട്ടിയിട്ടിട്ട് ഒച്ചപ്പാടുണ്ടാക്കി. അയാൾ സ്റ്റോർ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്ന് ആ കൊട്ടകൾ അവിടെ വെച്ച് ആ സാധനങ്ങളൊക്കെ നല്ലതുപോലെ അടുക്കി വെച്ചു. അന്നേരം എല്ലാ പുഴുക്കളും കൊട്ടയിൽ നിന്ന് ഇറങ്ങി സ്ഥലം വിട്ടു. അവരുടെ വീടും കുടിയും എല്ലാം പോയി. അന്നേരം തൊണ്ണന്മാരും കുട്ടികളും ഈ പുഴുവിന്റെ മത്തങ്ങയിലേക്ക് വന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല.